ഹലോ ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. കോമ്പറ്റീറ്റീവ് ക്രാക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് GST അഥവാ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. ഓക്കെ, എല്ലാവരും അതിന്റെ ഒരു പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള ഒരു ഇതിൽ ആണ് എന്ന് എനിക്കറിയാം. എന്നിരുന്നാൽ തന്നെയും നമ്മൾ മെയിൻ ആയിട്ട് പഠിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ടൈപ്സ് ഓഫ് GST എന്ന് പറയുന്ന അഥവാ IGST, CGST, SGST, UTGST എന്ന് പറയുന്ന ടൈപ്സ് ഓഫ് GST നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ടൈപ്സ് ഓഫ് ടാക്സസ് അണ്ടർ GST, ഏതൊക്കെ ടൈപ്പ് GST ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത് CGST, SGST, IGST പോലുള്ള കാര്യങ്ങളാണ്. അത് കൂടാതെ UTGST കൂടി വരുന്നുണ്ട്. ഏതൊക്കെ സമയത്താണ് CGST പിടിക്കുന്നത്, ഏതൊക്കെ സമയത്താണ് SGST പിടിക്കുന്നത്, ഏതൊക്കെ സമയത്താണ് IGST പിടിക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, സോ ടാക്സസ് അണ്ടർ GSTയുടെ അണ്ടറിൽ വരുന്ന ടാക്സുകൾ ഏതൊക്കെയാണ്? രണ്ട് തരത്തിലുള്ള ഗുഡ്സിന്റെ മൂവ്മെന്റുകളാണുള്ളത്. ഫസ്റ്റ് വൺ ആണ് ഇൻട്രാ സ്റ്റേറ്റ് മൂവ്മെന്റ്, സെക്കൻഡ് വൺ ആണ് ഇന്റർ സ്റ്റേറ്റ് മൂവ്മെന്റ്. വാട്ട് ഈസ് ഇൻട്രാ സ്റ്റേറ്റ് മൂവ്മെന്റ്? എന്താണ് ഇൻട്രാ സ്റ്റേറ്റ് മൂവ്മെന്റ് എന്ന് പറയുന്നത്? ഒരു സ്റ്റേറ്റിൽ നിന്ന് ഒരു സ്റ്റേറ്റിനുള്ളിൽ തന്നെ വിത്ത് ഇൻ സ്റ്റേറ്റ് ഓക്കെ, അഥവാ ഇതാണ് കേരളമെങ്കിൽ കേരളത്തിലെ ട്രിവാൻഡ്രത്ത് നിന്ന് ഒരു ഗുഡ്സ് കൊച്ചിയിലേക്കോ, കൊച്ചിയിൽ നിന്നൊരു ഗുഡ്സ് കോഴിക്കോടിലേക്കോ, അല്ലെങ്കിൽ കോഴിക്കോട് നിന്നുള്ള ഒരു ഗുഡ്സ് പാലക്കാടിലേക്കോ, ദാറ്റ് മീൻസ് ഗുഡ്സിന്റെ മൂവ്മെന്റ് കിടന്ന് കറങ്ങുന്നത് എവിടെ തന്നെയാ? കേരളത്തിനുള്ളിൽ തന്നെയാണ്. ഇങ്ങനെ ഒരു മൂവ്മെന്റ് ആണ് നടക്കുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഇൻട്രാ സ്റ്റേറ്റ് മൂവ്മെന്റ്, വിത്ത് ഇൻ സ്റ്റേറ്റ് മൂവ്മെന്റ്. സപ്ലയറും റെസിപ്പിയന്റും സപ്ലൈയും എന്തൊക്കെയാണ്? സപ്ലയറും അതുപോലെ തന്നെ റെസിപ്പിയന്റും അതുപോലെ തന്നെ എന്തും സപ്ലൈ നടക്കുന്നതും എവിടെ തന്നെയാണ്? കേരളത്തിനുള്ളിൽ തന്നെയാണ്. വിത്തിൻ സ്റ്റേറ്റ് ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഇൻട്രാ സ്റ്റേറ്റ് മൂവ്മെന്റ് എന്ന് വിളിക്കും. പ്രത്യേകം ശ്രദ്ധിക്കണം, സപ്ലയറും റെസിപ്പിയന്റും മാത്രം ഒരു സ്റ്റേറ്റിനുള്ളിൽ ആയാൽ പോരാ, സപ്ലൈ നടക്കുന്നതും ആ സ്റ്റേറ്റിനുള്ളിൽ തന്നെ ആയിരിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിലാണ് അതിനെന്ത് വിളിക്കുക? ഇൻട്രാ സ്റ്റേറ്റ് മൂവ്മെന്റ് എന്ന് വിളിക്കുക. ഈ ഇൻട്രാ സ്റ്റേറ്റ് മൂവ്മെന്റ് നടക്കുന്ന സമയത്ത് വരുന്ന ടാക്സ് ആണ് ഇത് CGST, സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സും സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സും. ഓക്കെ, പറഞ്ഞുതരാം. അഥവാ നിങ്ങളൊരു മൊബൈൽ ഫോൺ മേടിക്കുകയാണ്, അതിന്റെ ടാക്സ് എന്ന് പറയുന്നത് 18% ടാക്സ് ആണെന്ന് വിചാരിച്ചു. മൊബൈൽ ഫോണിന്റെ ടാക്സ് 18%. നിങ്ങൾ ട്രിവാൻഡ്രം ലുലു മാളിൽ നിന്ന്, അല്ലെങ്കിൽ കൊച്ചു ലുലു മാളിൽ നിന്ന്, അല്ലെങ്കിൽ കോഴിക്കോട് ലുലു മാളിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യാണ്? ഒരു മൊബൈൽ ഫോൺ നിങ്ങൾ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് അവർ ഈടാക്കുന്ന ടാക്സ് ഏതായിരിക്കും? 18% ടാക്സ് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഈടാക്കും. കാരണം മൊബൈൽ ഫോണിന് 18% ടാക്സ് ആണ്. അപ്പോൾ നമുക്കറിയാം GST എന്ന് പറയുന്ന ടാക്സിന്റെ സമ്പ്രദായത്തിനെ അറിയാം. അതിന്റെ പകുതി ടാക്സ് കേന്ദ്രത്തിനും പകുതി ടാക്സ് ആർക്കാണ്? സംസ്ഥാന സർക്കാരിനാണ്. അപ്പോൾ കേന്ദ്ര സർക്കാർ എന്ത് ചെയ്തു? 2017 GST വന്നു കഴിഞ്ഞപ്പോൾ, 2017 GSTയുടെ നിയമം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അവർക്ക് ഒരു വരുമാനം കിട്ടാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു? രാജ്യസഭയിൽ ഒരു നിയമം പാസ്സാക്കി. ആ പാസ്സാക്കിയ നിയമത്തിന്റെ പേരാണ് CGST ആക്ട് എന്ന് പറയും. ഓക്കെ, അപ്പൊ അതുവരെ 2017 വരെ സംസ്ഥാന സർക്കാരിന് മാത്രമായിരുന്നു ടാക്സ് പിടിക്കാൻ അധികാരം. കേരളത്തിനുള്ളിൽ ഒരു ഗുഡ്സ് വിറ്റ് കഴിഞ്ഞാൽ ആ ഗുഡ്സ് മേൽ ടാക്സ് പിടിക്കാനുള്ള അധികാരം സംസ്ഥാന സർക്കാരിലെ കേരളത്തിന് മാത്രമായിരുന്നു. കേന്ദ്ര സർക്കാരിന് അധികാരം ഉണ്ടായിരുന്നില്ല. കേന്ദ്ര സർക്കാരിന് എപ്പോഴായിരുന്നു അധികാരം? കേരളത്തിൽ നിന്ന് ഗുഡ്സ് മറ്റൊരു സംസ്ഥാനത്തേട്ടോ അല്ലെങ്കിൽ മറ്റു സംസ്ഥാനത്ത് നിന്ന് കേരളത്തിലേക്കാണ് ഗുഡ്സിന്റെ മൂവ്മെന്റ് എങ്കിൽ കേന്ദ്രത്തിന് അപ്പോൾ പിടിക്കാം, CST പിടിക്കാമായിരുന്നു. പക്ഷെ ഇത് എന്ത് മൂവ്മെന്റാ? ഇൻട്രാ സ്റ്റേറ്റ് മൂവ്മെന്റാ. ഇൻട്രാ സ്റ്റേറ്റ് മൂവ്മെന്റ് നടക്കുന്ന സമയത്ത് നേരത്തെ സംസ്ഥാന സർക്കാരിന് ടാക്സ് പിടിക്കാൻ അധികാരമില്ല. എന്നാൽ GST വന്നു കഴിഞ്ഞപ്പോൾ ആ അധികാരം കിട്ടി. ഇനി ആ അധികാരം എങ്ങനെയാണ് കിട്ടിയത്? കേന്ദ്ര സർക്കാർ ഒരു നിയമം പാസ്സാക്കി, സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് അഥവാ CGST ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് പാസ്സാക്കി. ആ ആക്ട് പാസ്സാക്കിയതിലൂടെ എത്ര ശതമാനം ടാക്സ് ഉള്ള പ്രൊഡക്റ്റ് ആണോ വിൽക്കുന്നത് അതിന്റെ പകുതി, അഥവാ ഇവിടെ 18 ആണെങ്കിൽ 9% എന്തായിട്ട് പിടിക്കാം? CGST ആയിട്ട് ആർക്ക് പിടിക്കാൻ പറ്റും? സെൻട്രൽ ഗവൺമെന്റിന് പിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അതാണ് ഇൻട്രാ സ്റ്റേറ്റ് മൂവ്മെന്റ്. അപ്പോൾ 18% ടാക്സിൽ വരുന്നതിൽ 9% CGSTക്ക് സമ്മതിച്ചു. ഇനി സ്റ്റേറ്റ് ഗവൺമെന്റിനും കിട്ടും. സ്റ്റേറ്റ് ഗവൺമെന്റിന് എത്ര കിട്ടും? നേർപകുതി തന്നെ കിട്ടും, 9% കിട്ടും. അപ്പോൾ സംസ്ഥാന സർക്കാർ കേരളവും എന്ത് ചെയ്തു? 2017 GST വന്നതിന് ശേഷം ഇന്ത്യയിൽ എന്ത് ചെയ്തു? ഒരു നിയമം പാസ്സാക്കി, CGST ആക്ട് പാസ്സാക്കി, അഥവാ കേരള ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ആക്ട് പാസ്സാക്കി.
ഓക്കെ, അതുകൊണ്ട് തന്നെ കേരളത്തിലും ടാക്സ് വരും. ഓക്കെ, എത്ര ശതമാനം? 9%. അപ്പോൾ കേരളത്തിനുള്ളിൽ നിന്ന് നിങ്ങൾ ലുലു മാളിൽ നിന്ന് ഗുഡ്സ് മേടിക്കുകയാണെങ്കിൽ, മൊബൈൽ ഫോൺ മേടിക്കുകയാണെങ്കിൽ, ആ മൊബൈൽ ഫോണിന്റെ ഇൻവോയ്സ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. 9% CGST-യും 9% SGST ആയിട്ടായിരിക്കും പിടിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ 10,000 രൂപയുടെ ഒരു ഫോണാണെന്നുണ്ടെങ്കിൽ 1,800 രൂപ ടാക്സ്, 900 റുപ്പീസ് CGST, 900 റുപ്പീസ് SGST. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ നമുക്ക് അത് ക്ലിയർ ആയിട്ട് ഇതാണ് ഇൻട്രാ സ്റ്റേറ്റ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്താണ് ഇന്റർ സ്റ്റേറ്റ് മൂവ്മെന്റ്. വാട്ട് ഈസ് ഇന്റർ സ്റ്റേറ്റ് മൂവ്മെന്റ്? എന്താണ് ഇന്റർ സ്റ്റേറ്റ് മൂവ്മെന്റ്? കേരളത്തിൽ നിന്ന് ഗുഡ്സ് നേരെ ഉത്തർപ്രദേശിലേക്ക് നമ്മൾ വിൽക്കുകയാണ്, അല്ലെങ്കിൽ ഉത്തർപ്രദേശിൽ നിന്ന് ഗുഡ്സ് കൊൽക്കത്തയിലേക്ക് വെക്കുകയാണ്. ഇങ്ങനെയാണെങ്കിലോ, ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്കാണ് ഗുഡ്സ് വിൽക്കുന്നതെങ്കിൽ പണ്ട് കേന്ദ്ര സർക്കാരിലെ ടാക്സ് പിടിച്ചുകൊണ്ടിരുന്നത് CST. ഇപ്പോഴും പിടിക്കുന്നത് ആരാണ്? കേന്ദ്ര സർക്കാർ തന്നെയാണ്. അതിനു വേണ്ടിയിട്ട് അവരുണ്ടാക്കിയ നിയമമാണത് IGST അഥവാ ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. അപ്പോൾ കേരളത്തിൽ നിന്ന് ഒരു മൊബൈൽ ഫോൺ UP-യിലേക്ക് വിൽക്കാണ്. അപ്പൊ എത്ര ശതമാനം ടാക്സ് വരും? 18% ടാക്സ് വരും. ഏത് ടാക്സ് വരുന്നത്? IGST. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കേരള സംസ്ഥാനം പിടിച്ചുകൊണ്ടിരുന്ന, കേരളത്തിലെ ഇൻട്രാ സ്റ്റേറ്റ് മൂവ്മെന്റിന്റെ സാഹചര്യത്തിൽ പിടിച്ചുകൊണ്ടിരുന്ന ഒരു ടാക്സ് ആയിരുന്നു വാറ്റ്. കേരളത്തിന് ആ ഫുൾ ടാക്സ് കിട്ടിയത്. GST വന്നപ്പോൾ പകുതി കേന്ദ്രം കവർന്നെടുത്തു, പകുതി മാത്രമേ കേരളത്തിന് കിട്ടുന്നുള്ളൂ. ഓക്കെ, അപ്പൊ നഷ്ടമല്ലേ തോന്നുന്നു. കേന്ദ്രം ഇനി ഇന്റർ സ്റ്റേറ്റ് മൂവ്മെന്റ് നടക്കുമ്പോൾ, ഒരു സംസ്ഥാനത്ത് മറ്റൊരു സംസ്ഥാനത്തേക്ക് മൂവ്മെന്റ് നടക്കുമ്പോൾ CST ആണ് പണ്ട് കേന്ദ്ര സർക്കാർ പിടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ പകരം പിടിക്കുന്ന ഏത് ടാക്സ് ആണ്? IGST ആണ്, അഥവാ ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്. അതായത് നേരത്തെ പിടിച്ചുകൊണ്ടിരുന്ന CST പിടിച്ചുകൊണ്ടിരുന്നു, ഇപ്പൊ പകരം എന്ത് പിടിക്കുന്നു? IGST പിടിക്കുന്നു. അപ്പൊ സംസ്ഥാനത്തിന് ഒന്നും കിട്ടുന്നില്ലല്ലോ എന്നാണ്. കിട്ടും. എങ്ങനെയാണ്? ഈ 18%-ന്റെ പകുതി 9% ആർക്ക് കിട്ടും? സംസ്ഥാന സർക്കാരിന് കിട്ടും. അപ്പോ ടാലിയായി. ഓക്കെ, നോ പ്രോബ്ലം. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, ഈ കേരള സർക്കാർ കേരളത്തിൽ നിന്നൊരു ഗുഡ്സ് UP-യിലേക്കാണ് വിൽക്കുന്നതെങ്കിൽ അതിന്റെ പകുതി UP സർക്കാരിനാണ് കിട്ടുള്ളൂ. അഥവാ നമുക്കറിയാം, GST പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, GST ഈസ് എ ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് സിസ്റ്റം. GST എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് സിസ്റ്റം ആണ്. ഓക്കെ, കൺസ്യൂമർ ഏത് സ്റ്റേറ്റിനാണോ ആ സ്റ്റേറ്റിനാണ് ടാക്സ് കിട്ടുക എന്നുള്ളത്. എനിവേ അവിടെ സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ത് കിട്ടുന്നുണ്ട്? ടാക്സ് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതിനെയാണ് ഇത് വിളിക്കുന്നത് ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇൻട്രാ സ്റ്റേറ്റ് മൂവ്മെന്റ് ആണെങ്കിൽ CGST പ്ലസ് SGST, ഇന്റർ സ്റ്റേറ്റ് മൂവ്മെന്റ് ആണെങ്കിൽ IGST. ഇനി ഒറ്റ കാര്യമുണ്ട്, കേരളത്തിൽ നിന്ന് UP-യിലേക്കോ, UP-യിൽ നിന്ന് അതുപോലെ തന്നെ UP-യിൽ നിന്ന് കൊൽക്കത്തയിലേക്കോ ഗുഡ്സ് മൂവ്മെന്റ്, ദാറ്റ് ഈസ് ഇൻട്രാ സ്റ്റേറ്റ്, അതാണ് ഇന്റർ സ്റ്റേറ്റ് മൂവ്മെന്റ് ആണ്. അതുപോലെ തന്നെ ദുബായിൽ നിന്ന് കേരളത്തിലേക്ക് ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുന്നു, ചൈനയിൽ നിന്ന് ഗുഡ്സ് ഇന്ത്യയിലേക്ക് ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യുന്നു. ഇതാണ് ഈ ഇമ്പോർട്ട് എക്സ്പോർട്ട് നടക്കുമ്പോൾ വരുന്ന ടാക്സ് ഏതാണ്? അതും IGST ആണ്. അതും ഇന്റർ സ്റ്റേറ്റ് മൂവ്മെന്റ് ആണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അതായത് ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് വെക്കുന്നതും, മറ്റൊരു രാജ്യത്ത് നിന്ന് ഇന്ത്യയിലേക്ക് വെക്കുന്നതും, ഇന്ത്യയിൽ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് വെക്കുന്നതും തന്നെയാണ് ഇന്റർ സ്റ്റേറ്റ് മൂവ്മെന്റ് ആണ്. ഈ സാഹചര്യങ്ങളിലെല്ലാം വരുന്നത് ഏത് തന്നെയാണ്? IGST ആണ് വരുന്നത്. അങ്ങനെയാണ് ദുബായിൽ നിന്ന് കേരളത്തിലേക്ക് ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യാനാണെങ്കിലോ പകുതി ടാക്സ് കേന്ദ്രത്തിന്, പകുതി ടാക്സ് കേരളത്തിന്. ക്ലിയർ ആയല്ലോ? സോ അതാണ് ഇന്റർ സ്റ്റേറ്റ് മൂവ്മെന്റും അതുപോലെ തന്നെ ഇൻട്രാ സ്റ്റേറ്റ് മൂവ്മെന്റും. ഓക്കെ, അപ്പോൾ കം ടു GST. GST എന്താണെന്ന് ഒന്നുകൂടി നോക്കാം. Under GST, CGST is a tax levied on intra-state supplies of both goods and services by central government and it is governed by CGST Act. CGST Act പ്രകാരമാണ് കേന്ദ്ര സർക്കാർ എന്ത് ചെയ്യുന്നത്? ഈ ടാക്സ് പിടിക്കുന്നത്. എപ്പോഴാണ് ടാക്സ് പിടിക്കുന്നത്? ഓൺ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ. ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ നടക്കുമ്പോൾ. വാട്ട് ഈസ് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ? ഒരു സ്റ്റേറ്റിനുള്ളിൽ സപ്ലൈ നടക്കുമ്പോൾ. ഓക്കെ, അതായത് ട്രിവാൻഡ്രത്ത് ഉള്ള ഒരു സപ്ലയർ ഗുഡ്സ് വിറ്റു, എങ്ങോട്ടേക്ക് വിറ്റു? നേരെ കൊണ്ടുവന്നിട്ട് കോഴിക്കോടിലേക്ക് ഗുഡ്സ് വിറ്റു. അപ്പൊ എന്താണ്? ഒരു സ്റ്റേറ്റിനുള്ളിൽ തന്നെയാണ് സപ്ലയറും കേരളത്തിൽ, റെസിപ്പിയന്റും കേരളത്തിൽ, സപ്ലൈ നടക്കുന്നതും കേരളത്തിലാണ്. ക്ലിയർ ആയല്ലോ? അങ്ങനെ വരുമ്പോൾ വരുന്ന ടാക്സ് ഏതാണ്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 12% ടാക്സബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഈ സപ്ലൈ എന്ന് വിചാരിച്ചു. ഈ വാഹനത്തിൽ കൊണ്ടുപോകുന്ന 12% ടാക്സബിൾ പ്രൊഡക്റ്റ് ആണെന്ന് വിചാരിച്ചു. 6% എന്തായിട്ട് പിടിക്കും? CGST ആയിട്ട് പിടിക്കും. 6% SGST ആയിട്ട് പിടിക്കും. സോ SGST will also be levied on the same intrastate supply. ഈ സപ്ലൈക്ക് എന്തുകൂടി വരും? 6% SGST കൂടി വരും. സ്റ്റേറ്റ് സപ്ലൈ ബട്ട് വിൽ ബി ഗവേൺഡ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെന്റ്. പക്ഷെ അത് ആരെ ഗവേൺ ചെയ്യുന്നത്? സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. ഓക്കെ, അപ്പൊ 12ന്റെ പകുതി കേന്ദ്രത്തിനും പകുതി കേരളത്തിനുമാണ്. ഇതിനു വേണ്ടിയിട്ട് രണ്ട് സർക്കാരുകളും ഇതിനു വേണ്ടിയിട്ടുള്ള നിയമം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. ഓക്കെ,
This implies that both central and the state government agreed to combining their levies with an appropriate proportion for revenue sharing between them. Then come to SGST. ഇപ്പോൾ പറഞ്ഞു തന്നെ ഓക്കെ, കേരളത്തിൽ നിന്നൊരു ഗുഡ്സ് നേരെ കോഴിക്കോട്ടിലേക്ക് വെക്കുന്നു. അപ്പോൾ സപ്ലയറും റെസിപ്പിയന്റും ഒരു സ്റ്റേറ്റിനുള്ളിൽ തന്നെയാണ്, സപ്ലൈ നടക്കുന്നതും കേരളത്തിനുള്ളിൽ തന്നെയാണ്. സോ അണ്ടർ GST, SGST is a tax levied on intrastate supply. ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈസിൽ പിടിക്കുന്ന ടാക്സ് തന്നെയാണ് SGST of both goods and services tax by state government and will be governed by SGST Act. കേരളത്തിലെ SGST ആക്ട് പ്രകാരമാണ് ആ ടാക്സ് പിടിക്കുന്നത്. ഓക്കെ, അപ്പൊ തമിഴ്നാട്ടിലാണെങ്കിലോ, തമിഴ്നാട്ടിലെ തെങ്കാശിയിൽ നിന്ന് തൂത്തുക്കുടിയിലേക്ക് ഒരു ഗുഡ്സ് സെയിൽസ് നടത്തി. അപ്പോൾ വരുന്ന ടാക്സ് ഏതാ? CGST പ്ലസ് SGST ആണ്. ഇൻട്രാസ്റ്റേറ്റ് മൂവ്മെന്റ് ആണ്. ഓക്കെ, കാരണം അവിടെ സപ്ലയറും റെസിപ്പിയന്റും ആ സംസ്ഥാനത്തുള്ളവരാണ്, സപ്ലൈ നടക്കുന്നതും വിത്തിൻ സ്റ്റേറ്റ് ആണ്. അപ്പോൾ വരുന്ന ടാക്സ് ഏതാണ്? CGST പ്ലസ് SGST ആണ്. Okay, so as explained above, CGST will also be levied on the same interstate supply. Interstate supply നടക്കുമ്പോൾ SGST യോടൊപ്പം എന്ത് കൂടി പിടിക്കും? CGST പിടിക്കും. Okay, fine. Then an example of CGST and SGST. Let's suppose Rajesh is a dealer in Kerala. രാജേഷ് കേരളത്തിലെ ഡീലർ ആണ്, അദ്ദേഹം കൊച്ചിയിലാണ്. ഓക്കെ, അദ്ദേഹം എന്താ ചെയ്തത്? 10,000 രൂപയുടെ ഒരു TV വിറ്റു. എങ്ങോട്ടേക്കാ വിറ്റത്? കണ്ണൂരുള്ള വിജയകുമാറിലേക്കാണ് വിറ്റത്. ഓക്കെ, വിജയിലേക്ക് ഗുഡ്സ് വിറ്റു. So who sold goods to Vijay in Kerala, Kannur worth rupees 10,000? 10,000 രൂപ ഗുഡ്സ് വിറ്റു. The GST rate is 18%. 18% ആയിരുന്നു ടാക്സ്. 18% എന്ന് പറയുമ്പോഴത്തേക്കും 9% CGSTയും 9% SGST ആയിട്ട് വരും. ഓക്കെ, സോ in such case the dealer collected 1,800 of which രാജേഷ് വിജയിന്റെ കയ്യിൽ നിന്ന്, കണ്ണൂരുള്ള വിജയുടെ കയ്യിൽ നിന്ന് 1,800 രൂപ കളക്ട് ചെയ്യും. എങ്ങനെയൊക്കെയാണ്? 900 റുപ്പീസ് CGST ആയിട്ടും 900 റുപ്പീസ് SGST ആയിട്ട് എന്ത് ചെയ്യും? കളക്ട് ചെയ്യും. എന്നിട്ട് രാജേഷ് എന്ത് ചെയ്യും? വിജയുടെ കയ്യിൽ നിന്ന് 900 പ്ലസ് 900 കളക്ട് ചെയ്തിട്ട് 900 ഗവൺമെന്റിലേക്ക് പേ ചെയ്യും. സെൻട്രൽ ഗവൺമെന്റിലേക്കും 900 സ്റ്റേറ്റ് ഗവൺമെന്റിലേക്കും പേ ചെയ്യും. ഓക്കെ, അതായത് തരംതിരിച്ച് തന്നെ പിടിക്കുകയും അതങ്ങനെ തരംതിരിച്ച് തന്നെ എന്ത് ചെയ്യും? അടയ്ക്കുകയും ചെയ്യും. ഒരുമിച്ചല്ല എന്ത് ചെയ്യുന്നത്? കളക്ട് ചെയ്യുന്നത്, സെപ്പറേറ്റ് ആണ്. നിങ്ങൾ നോക്കിയാൽ, നിങ്ങളൊരു ഹോട്ടലിൽ പോയിട്ടാണെങ്കിലും മേടിക്കുമ്പോൾ, ഭക്ഷണം മേടിക്കുമ്പോൾ CGST വേറെ SGST വേറെ ആയിട്ടല്ലേ മേടിക്കുന്നത്, അതുപോലെ സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യണം? കാണിക്കണം. ഓക്കെ, ദെൻ എന്നിട്ട് രാജേഷ് ലിമിറ്റ് എന്താ ചെയ്യുന്നത്? നേരെ വിജയ്ക്ക് ഒരു ഇൻവോയ്സ് കൊടുക്കും. എന്നിട്ട് രാജേഷ് ലിമിറ്റഡ് അദ്ദേഹത്തിന്റെ GSTIN രജിസ്ട്രേഷൻ നമ്പർ കാണിച്ചിട്ടുണ്ടാവും. വിജയ്ക്കും രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ ആ നമ്പറും കാണിച്ചിട്ടുണ്ടാവും. ഡേറ്റ് കാണിക്കും, ബിൽ നമ്പർ കാണിക്കും, അഥവാ ഇൻവോയ്സ് നമ്പർ കാണിക്കും. CGSTയുടെ റേറ്റ് എത്രയാണ്, SGSTയുടെ റേറ്റ് എത്രയാണ്, ടോട്ടൽ എമൗണ്ട് എത്രയാണ്, ആക്ച്വൽ എമൗണ്ട് എത്രയാണ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം? ഈ ഇൻവോയ്സിൽ ആര് കാണിക്കണം? രാജേഷ് ലിമിറ്റഡ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ദെൻ IGST. വാട്ട് ഈസ് IGST? Integrated Goods and Services Tax. Under GST, IGST is a tax levied on all interstate supply. Interstate supply നടക്കുമ്പോഴാണ് എന്ത് പിടിക്കുന്നത്? IGST പിടിക്കുന്നത്. കേരളത്തിലെ ഒരു ഡീലർ TV വിൽക്കുന്നു. എങ്ങോട്ടേക്കാണ്? നേരെ കൊൽക്കത്തയിലേക്ക് ഗുഡ്സ് വിൽക്കാണ്, വെസ്റ്റ് ബംഗാളിലേക്ക്. അപ്പൊ രണ്ട് സ്റ്റേറ്റ് അല്ലേ? സപ്ലയറും വേറെ സ്റ്റേറ്റ്, റെസിപ്പിയന്റും വേറെ സ്റ്റേറ്റ്. സപ്ലൈ നടക്കുന്നത് 2 സ്റ്റേറ്റുകൾ തമ്മിലാണ്, വിത്തിൻ സ്റ്റേറ്റ് അല്ല. ഓക്കെ, അവിടെ പ്രത്യേകതയുണ്ട്. സോ ഫോർ സർവീസസ് ആൻഡ് ഗുഡ്സ് ആവാം, സർവീസ് ആവാം, ആൻഡ് വിൽ ബി ഗവേൺഡ് ബൈ IGST Act. IGST Act പ്രകാരമാണ് ടാക്സ് പിടിക്കുന്നത്. IGST will be applicable on any supply of goods and services in both cases of import to India and export from India. ഇനി IGST എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് സപ്ലൈ ചെയ്യുമ്പോൾ മാത്രമല്ല, ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്കോ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്കോ എക്സ്പോർട്ടോ ഇമ്പോർട്ടോ ആണെങ്കിൽ ഏത് തന്നെയാണ്? IGST തന്നെയാണ്. ഓക്കെ, an example of IGST. Consider that a businessman Rajesh from Kerala, രാജേഷ് തിരുവനന്തപുരത്തുള്ള ഒരാള്, അദ്ദേഹം എന്താ ചെയ്തത്? അല്ലെങ്കിൽ കൊച്ചിയിലുള്ള ഒരാള്, കേരളത്തിലുള്ള ഒരാള്, ഹാസ് സോൾഡ് ഗുഡ്സ് ടു ആനന്ദ് ഫ്രം വെസ്റ്റ് ബംഗാൾ. വെസ്റ്റ് ബംഗാളിലുള്ള ആനന്ദിലേക്ക് എന്ത് ചെയ്തു? ഗുഡ്സ് വിറ്റു. ഓക്കെ, വർത്ത് rupees 1 lakh, 1 ലക്ഷം രൂപയുടെ ഗുഡ്സ് ആണ് വിറ്റത്. The GST rate is 18%, comprised of 18% of IGST. 18% IGST തന്നെയാണ്. ഓക്കെ, in such case the dealer has to charge 18,000 as IGST. This IGST will go to center. ഈ IGST, ഈ 18% എന്ന് പറയുന്നത്, അഥവാ ഈ പറയുന്ന 1 ലക്ഷം രൂപയുടെ 18% എന്ന് പറയുമ്പോൾ എത്ര വരും? 18,000 രൂപ വരും. ഈ 18,000 എങ്ങോട്ടേക്ക് പോകും? സെൻട്രൽ ഗവൺമെന്റിലേക്ക് പോകും. പക്ഷെ സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് 9,000 റുപ്പീസ് സെൻട്രൽ ഗവൺമെന്റ് എടുക്കും, 9,000 റുപ്പീസ് സ്റ്റേറ്റ് ഗവൺമെന്റ് എടുക്കും. ഏത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് എടുക്കുക? കേരളത്തിൽ നിന്ന് ഗുഡ്സ് മൂവ് ചെയ്ത് നേരെ
വെസ്റ്റ് ബംഗാളിലാണ് എത്തിയിരിക്കുന്നത്. കൺസ്യൂമർ ഏത് സ്റ്റേറ്റാ? വെസ്റ്റ് ബംഗാളാണ്. GST എന്ത് മെക്കാനിസമാണ്? ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് സിസ്റ്റമാണ്. അപ്പൊ ആർക്കാണ് 9,000 റുപ്പീസ് കിട്ടുക? കേരളത്തിനാണോ വെസ്റ്റ് ബംഗാളിനാണ് കിട്ടുക? വെസ്റ്റ് ബംഗാളിനാണ് കിട്ടുക. ഇതാണ് GSTയുടെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. വിൽക്കുന്ന സംസ്ഥാനത്തിന് ഒന്നും കിട്ടില്ല, മേടിക്കുന്ന സംസ്ഥാനത്തിനാണ് കിട്ടുക. ഓക്കെ, അതാണ് GSTയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇതുകൊണ്ടാണ് GST നമ്മുടെ ഇന്ത്യയിൽ വരാനായിട്ട് താമസിച്ചത്. കാരണം എന്തുകൊണ്ടാണ്? ഇപ്പോൾ ഇവിടെയൊക്കെ നോക്കി നമ്മുടെ ഗുജറാത്ത്, അതുപോലെ തന്നെ മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങൾ ഏറ്റവും കൂടുതൽ മാനുഫാക്ചറിങ് യൂണിറ്റ് ഉള്ള സംസ്ഥാനങ്ങളാണ് ഇവരൊക്കെ. ഇവിടെ നിന്നല്ലേ ഗുഡ്സ് പല സംസ്ഥാനങ്ങളിലേക്ക് മൂവ് ചെയ്ത് പോണത്, ശരിയല്ലേ? എന്നിട്ട് ആർക്കാ ടാക്സ് കിട്ടുക? ഈ മണ്ണിൽ മാനുഫാക്ചർ ചെയ്ത് വിറ്റിട്ട് ഈ സംസ്ഥാനങ്ങൾക്കൊന്നും ടാക്സ് കിട്ടില്ല, മറ്റുള്ള സംസ്ഥാനങ്ങൾക്കാണ് എന്ത് കിട്ടുള്ളൂ? ടാക്സ് കിട്ടുള്ളൂ. ഈ വിരോധാഭാസത്തെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് സംഭവിച്ചത്? കേന്ദ്ര സർക്കാരും ഈ GST കൗൺസിൽ എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു സ്കീം കൊണ്ടുവന്നത്. ആ സ്കീമിന്റെ പേരാണെന്ത്? കോമ്പൻസേഷൻ സെസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കോമ്പൻസേഷൻ സെസ് ഇപ്പോ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക? താഴെ കമന്റ് ആയിട്ട് പറയാം. അപ്പൊ കോമ്പൻസേഷൻ സെസ് എന്ത് ചെയ്തു? ഈടാക്കി. എത്ര പെർസെന്റേജ് ഒക്കെയാണ് കോമ്പൻസേഷൻസ് വരുന്നത് എന്ന് നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നെക്സ്റ്റ് അടുത്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എനിവേ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് കോമ്പൻസേഷൻ സെസ് വന്നത് എന്ന് കൂടി മനസ്സിലാക്കുന്നു. ഓക്കെ, ദെൻ അടുത്തത്, ഇൻ സച്ച് കേസ് ദ ഡീലർ ഹാസ് ടു ചാർജ് 18,000 ആസ് IGST. ദിസ് IGST വിൽ ഗോ ടു സെന്റർ. ഈ IGST സെൻട്രലിലേക്ക് പോകും. ഈ 12,000 സെൻട്രൽ ഗവൺമെന്റിലേക്ക് പോകും. എന്നിട്ട് സെൻട്രൽ ഗവൺമെന്റ് എന്ത് ചെയ്യും? 9,000 രൂപ അവരെടുക്കും. 9,000 രൂപ ആർക്ക് കൊടുക്കും? കൺസ്യൂമർ സ്റ്റേറ്റ് ആയിട്ടുള്ള നമ്മളുടെ വെസ്റ്റ് ബംഗാളിലേക്ക് അത് കൊടുക്കും. ഓക്കെ, ഫൈൻ. ദെൻ അടുത്തതാണ് UTGST. ഓക്കെ, എന്താണ് UTGST? യൂണിയൻ ടെറിട്ടറി ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്ന് പറയും. UTGST, the short form of Union Territory Goods and Service Tax, is nothing but the GST applicable on goods and services supply that take place in any of the 5 territories of India. ഇന്ത്യയിലുള്ള 5 ടെറിട്ടറികൾ, യൂണിയൻ ടെറിട്ടറികൾ 8 ഉണ്ട്. അതിൽ 5 യൂണിയൻ ടെറിട്ടറികളിലാണ് എന്തുള്ളത്? UTGST നിയമമുള്ളത്. അത് ഏതൊക്കെയാണ് 5 യൂണിയൻ ടെറിട്ടറി? ഇൻക്ലൂഡിംഗ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്. ആൻഡമാൻ നിക്കോബാർ, ദാദ്ര ആൻഡ് നാഗർ ഹവേലി ആൻഡ് ദമാൻ ആൻഡ് ദിയു. ഓക്കെ, ദെൻ ചണ്ഡീഗഡ്, ലക്ഷദ്വീപ്, ലഡാക്ക്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ആൻഡമാൻ നിക്കോബാർ 1, ദാദ്ര ആൻഡ് നാഗർ ഹവേലി ആൻഡ് ദമാൻ ആൻഡ് ദിയു ഒറ്റ യൂണിയൻ ടെറിട്ടറി ആണ് കേട്ടോ. 2. നേരത്തെ ദാദ്ര ആൻഡ് നാഗർ ഹവേലി ഒരു യൂണിയൻ ടെറിട്ടറിയും ദമാൻ ആൻഡ് ദിയു വേറെ ആയിരുന്നു. ഇപ്പൊ അത് ഒരുമിച്ച് ഒറ്റ യൂണിയൻ ടെറിട്ടറി ആയിട്ട് മാറി. അപ്പൊ 2. 3ാമത്തെ ചണ്ഡീഗഡ്, 4ാമത്തെ ലക്ഷദ്വീപ്, 5ാമത്തത് റീസെന്റ് വന്ന ലഡാക്ക്. അങ്ങനെ 5 യൂണിയൻ ടെറിട്ടറികളാണ് UTGST ഉള്ളത്. ഓക്കെ, അപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ലക്ഷദ്വീപിന്റെ എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ലക്ഷദ്വീപിൽ ഒരു ദ്വീപാണ്. ഏത് ദ്വീപാണ്? കവരത്തി, അല്ലെ? കവരത്തി എന്ന് പറയുന്ന ഒരു ദ്വീപുണ്ട്. ഈ കവരത്തി ദ്വീപിൽ നിന്ന് നേരെ ഗുഡ്സ് വിൽക്കാണ് ബംഗാരം എന്ന് പറയുന്ന ഒരു ദ്വീപിലേക്ക് ഗുഡ്സ് എന്ത് ചെയ്യാണ്? വിൽക്കാണ്. അപ്പൊ കവരത്തി ദ്വീപും ബംഗാര ദ്വീപും ലക്ഷദ്വീപിലെ 2 ദ്വീപുകളാണ്. ഓക്കെ, അപ്പൊ സപ്ലൈ നടക്കുന്ന എവിടെ വെച്ചാ? വിത്തിൻ സ്റ്റേറ്റ് ആണ്, അഥവാ വിത്തിൻ യൂണിയൻ ടെറിട്ടറി ആണ്, ലക്ഷദ്വീപിൽ തന്നെയാണ്. അപ്പൊ ലക്ഷദ്വീപില് കവരത്തി ദ്വീപിൽ നിന്നൊരു മൊബൈൽ ഫോൺ ബംഗാരം ദ്വീപിലേക്ക് വിറ്റു. അപ്പോ ഒരു യൂണിയൻ ടെറിട്ടറി ഉള്ളിൽ തന്നെയാണ് വിൽക്കുന്നത്. അപ്പോൾ അപ്പോൾ എന്താ സംഭവിച്ചത്? 18% ടാക്സബിൾ ആയിട്ടുള്ള ഒരു മൊബൈൽ ഫോൺ ആണെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിലോ അവിടെ വരുമ്പോൾ ടാക്സ് വരുമ്പോൾ എന്ത് വരും? 9% CGST വരും. 9% ഏത് വരും? UTGST വരും. ദാറ്റ് ഈസ് SGSTക്ക് പകരം വരുന്നതാണ് UTGST, യൂണിയൻ ടെറിട്ടറി ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഓക്കെ, ഇനി കവരത്തി ദ്വീപിൽ അല്ലെങ്കിൽ ലക്ഷദ്വീപിൽ നിന്ന് ഗുഡ്സ് എങ്ങോട്ടേക്ക് വിറ്റു? ലഡാക്കിലേക്ക് വിറ്റു. അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് എന്ത് വരും? അത് സെപ്പറേറ്റ് ആണ്, അത് ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ് വരുന്നത്. അപ്പൊ ഇവിടെ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കവരത്തി ദ്വീപിൽ നിന്ന് ബംഗാരം ദ്വീപിലേക്ക്, അതായത് ഒരു യൂണിയൻ ടെറിട്ടറിയിൽ നിന്ന് അതാത് യൂണിയൻ ടെറിട്ടറിയിലേക്ക് തന്നെ സപ്ലൈ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്? വിത്തിൻ സ്റ്റേറ്റ് ആണ്. അതിനാണ് ഇത് വിളിക്കുന്നത് യൂണിയൻ ടെറിട്ടറി ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്ന് പറയുന്നത്. ഏതിന് പകരമാണ്? SGSTക്ക് പകരമാണ്. എന്തുകൊണ്ടാണ് അവിടെ SGST ഇല്ലാത്തത്? അത് കേന്ദ്രഭരണ പ്രദേശമാണ്. അങ്ങനെയാണെങ്കിൽ ഡൽഹി, പോണ്ടിച്ചേരി, ജമ്മു ആൻഡ് കാശ്മീർ കേന്ദ്രഭരണ പ്രദേശമല്ലേ? ആണ്. പക്ഷെ അവിടെ ഏത് ആക്ട് ആണ്? SGST ആക്ട് ആണ്. എന്തുകൊണ്ടത്? അവിടെ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ട്, അവിടെ MLA മാരുണ്ട്, ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ട്. അവരുടെ നിയമസഭയിൽ
സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിന്റെ നിയമം പാസ്സാക്കിയിട്ടുണ്ട്. അപ്പോ ഡൽഹിയിലുള്ള ഒരാള് ഡൽഹിയിൽ തന്നെ ഗുഡ്സ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ടാക്സ് ഏതാ? CGST പ്ലസ് SGST. അതിന്റെ വരുമാനം ആർക്ക് കിട്ടും? കേന്ദ്രത്തിനും കിട്ടും, പകുതി ഡൽഹി സർക്കാരിനും കിട്ടും. പോണ്ടിച്ചേരിയിലും അങ്ങനെ തന്നെ, ജമ്മു ആൻഡ് കാശ്മീരിലും അങ്ങനെ തന്നെ. അവിടെ SGST ആക്ട് ആണ്, അവിടെ സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ട്. എന്നാൽ ഈ ആൻഡമാൻ നിക്കോബാർ, ദാദ്ര നഗർ ഹവേലി, ചണ്ഡീഗഡ്, ലക്ഷദ്വീപ്, ലഡാക്ക് പോലുള്ള യൂണിയൻ ടെറിട്ടറിയിൽ ഭരിക്കുന്നവരാണ്? അത് ശരിക്കും പറഞ്ഞാൽ കേന്ദ്ര ഭരണ പ്രദേശമാണ്. അത് അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ ഗവർണർ ആണ് എന്ത് ചെയ്യുന്നത് അവിടെ ഭരിക്കുന്നത്. അവിടെ MLA മാരില്ല, MP മാത്രമാണുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് അവിടുത്തെ ടാക്സ് ചെയ്ത് വന്നത് UTGST വന്നത്. വേറെ ഒന്നുമില്ല, CGSTക്ക് പകരം മറ്റൊരു പേര് UTGST. കേന്ദ്രം തന്നെ ടാക്സ് പിടിക്കും. 18% ടാക്സ് ഉള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ 9% CGST എന്ന് പറഞ്ഞ് കേന്ദ്രം പിടിക്കും, 9% UTGST എന്ന് പറഞ്ഞ് കേന്ദ്രം തന്നെ പിടിക്കും. ക്ലിയർ ആയെന്ന് വിശ്വസിക്കും. ദെൻ ഫോർ സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് ഓർ സർവീസസ് വിത്തിൻ യൂണിയൻ ടെറിട്ടറി, അവിടെ വരുന്ന ഇൻട്രാ യൂണിയൻ ടെറിട്ടറി ആണ്. അവിടെ വരുമ്പോൾ CGST പ്ലസ് UTGST ആണ് വരുന്നത്. ഓക്കെ, ഒരു യൂണിയൻ ടെറിട്ടറിയിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്കാണെന്നുണ്ടെങ്കിലോ അവിടെ എന്താ വരിക? IGST ആണ് വരിക, സംശയമില്ല. സോ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സോ സ്റ്റേറ്റ് ടാക്സ് ഓഫീസറിന്റെ എക്സാമിന് വേണ്ടിയിട്ട് എല്ലാവരും പ്രിപ്പയർ ചെയ്യണമല്ലോ. അപ്പോൾ നമ്മളുടെ കോമ്പറ്റീറ്റീവ് ക്രാക്കർ ഈ ജൂലൈ 31 വരെയും ഈ കോഴ്സിന് ഒരു ഓഫർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ജൂലൈ 31 മുമ്പേ തന്നെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 30% ഫീസിൽ ഇളവുകൾ കൊടുക്കുന്നുണ്ട്. സോ മേളിലുള്ള കോൺടാക്ട് നമ്പറിൽ ദയവായിട്ട് കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ആ ലിങ്ക് ഫോളോ ചെയ്താലും മതി. അതുപോലെ തന്നെ സ്റ്റേറ്റ് ടാക്സ് ഓഫീസർക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞാനൊരു ചോദ്യം ചോദിച്ചിരുന്നു, അതിന് ആൻസർ തീർച്ചയായിട്ടും താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം. സോ ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു.